പണത്തിന് മേലെ പരുന്തും പറക്കില്ല. ക്ലബ് ലോകകപ്പിലും ഫിഫ അത് തെളിയിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം മറ്റൊരു ഫുട്ബോൾ മാങ്കത്തിന് കൂടിയാണ് കിക്ക് ഓഫ് ആയിരിക്കുന്നത്. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന പേരിൽ ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിൽ വമ്പൻ താരങ്ങളും ക്ലബ്ബുകളുമാണ് അണിനിരക്കുന്നത്. അതേസമയം കലണ്ടർ സീസണിലെ ആകെയുള്ള ഓഫ് മാസത്തിൽ നടത്തുന്ന ടൂർണമെന്റിന് നേരെ വിമർശനങ്ങളും ഏറെയാണ്. ഓഗസ്റ്റിൽ തുടങ്ങി മെയ് മാസത്തിൽ അവസാനിക്കുന്ന ഒരു ലീഗ് സീസണിൽ താരങ്ങൾക്ക് വിശ്രമിക്കാനും ഫിറ്റ്നസ് വീണ്ടെടുക്കാനും കിട്ടുന്ന ഒരേയൊരു ഇടവേളയായിരുന്നു ഇത്. ഈ വർഷത്തിൽ യൂറോയും കോപ്പയും ഒന്നും ഇല്ലാത്തതിനാൽ അടുത്ത സീസണിന് ഒരുങ്ങാൻ താരങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ക്ലബ്ബുകൾ നിൽക്കുമ്പോഴാണ് ഫിഫയും ക്ലബ് ടൂർണമെന്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വിമർശനങ്ങളെയെല്ലാം പണച്ചാക്ക് കാട്ടിമേക്കിയിട്ടുണ്ട് ഫിഫ. വമ്പൻ ഓഫറുകളാണ് ക്ലബ്ബുകൾക്ക് ഫിഫ നൽകിയിരിക്കുന്നത്. ടൂർണമെന്റിലെ മൊത്തം സമ്മാനത്തുകയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് 8,610 കോടിയാണ്. ഇതിൽ പങ്കെടുക്കുന്ന ആകെ 32 ടീമുകൾക്ക് കൂടി 4,500 കോടി രൂപ നൽകും. ഓരോ ലീഗിന്റെയും അതിലെ റാങ്കിന്റെയും അടിസ്ഥാനത്തിലാണ് ഓരോ ക്ലബിനുമുള്ള വിഹിതം തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ യൂറോപ്പിലെ ക്ലബ്ബുകൾക്ക് കൂടുതൽ ലഭിക്കും. ടൂർണമെന്റ് ജേതാക്കൾക്ക് 1,076 കോടി ലഭിക്കും. ഗ്രൂപ്പ് ഘട്ടത്തിലെ ഓരോ വിജയത്തിനടക്കം ഓരോ സ്റ്റേജിലും വെവ്വേറെ സമ്മാനത്തുകയുണ്ട്. ഇതൊക്കെ തന്നെയാലും ടൂർണമെന്റ് എത്രമാത്രം വിജയകരമാകുമെന്ന് കണ്ടറിയണം. നിലവിൽ ലോകകപ്പ് മാത്രം കയ്യിലുള്ള ഫിഫ ക്ലബ് ലീഗുകളോട് മുട്ടി നിൽക്കാനും സാമ്പത്തിക ലാഭത്തിനും തുടങ്ങിയ ക്ലബ് വേൾഡ് കപ്പിന് ആതിഥേയരായ അമേരിക്കൻ ജനത ഗ്യാലറിയിലെത്തുമോ എന്ന ചോദ്യം ബാക്കിയാണ്. യൂറോപ്പിലെ പ്രധാന ക്ലബ്ബുകൾക്ക് പുറത്ത് ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലുമൊക്കെയുള്ള ക്ലബ്ബുകൾ അമേരിക്കയ്ക്ക് അന്യമാണ്. ബാഴ്സലോണ, ലിവർപൂൾ, നാപ്പോളി പോലെയുള്ള ഈ സീസണിലെ മിന്നും പ്രകടനം നടത്തിയ ക്ലബ്ബുകൾ ടൂർണമെന്റിന് ഇല്ലാത്തതും തിരിച്ചടിയായി. ഒറ്റ സീസണ് പരിഗണിക്കുന്നതിന് മുമ്പ് യോഗ്യതാമാർക്കായി 4 സീസണ് പരിഗണിക്കുന്നത് കൊണ്ടാണ് ഈ ടീമുകൾ പുറത്തായത്. ഇതുമൂലം നിലവിൽ പെർഫോം ചെയ്യുന്ന പല ക്ലബ്ബുകളും പുറത്തായപ്പോൾ മുമ്പ് പെർഫോം ചെയ്യുകയും എന്നാൽ ഇപ്പോൾ ചിത്രത്തിലുമില്ലാത്ത പല ക്ലബ്ബുകളും അകത്തുമായി. ചാമ്പ്യൻസ് ലീഗ് പോലെയോ മറ്റ് ക്ലബ് ലീഗ് പോലെയോ വലിയ പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്തതും ക്ലബ് വേൾഡ് കപ്പിന് പോരായ്മയാണ്. ഇത്തരത്തിൽ നിരവധി വെല്ലുവിളികളാണ് ഫിഫയ്ക്ക് മുന്നിലുള്ളത്. ഇതിനെയെല്ലാം മറികടന്ന് ക്ലബ് ഫുട്ബോൾ ലോകത്ത് പുതിയ ചരിത്രം കുറിക്കാൻ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ കഴിയുമോ? കാത്തിരുന്ന് കാണാം.